അപ്പോ വെള്ളക്കാരികളുള്ള പ്രിയം പോയെന്നുണ്ടോ വിഷ്ണുവെ? നാട്ടിലുള്ളോളം വരുമോ അന്യനാട്ടില്? എന്നാലും അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, അവരെയൊക്കെ അടുത്ത് കാണാൻ കിട്ടുന്നത്. ആവോ, എനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അതുപോട്ടെ, ഇവിടെ എങ്ങനെയുണ്ട് ശേഖരം? അമ്മൻകാവിന് പുരോഗതി വല്ലതും ഉണ്ടോ? എന്ത് പുരോഗതി, പഴയ കാഞ്ചനീയ ലക്ഷ്മിയൊക്കെ തന്നെ. ഇതൊക്കെ ഒരു നാടാണോ? ഛേ. ഒവ്വ്. എന്തോ നിനക്കതൊക്കെ പറയാം. ചുറ്റിനും സുന്ദരികൾ കുമിഞ്ഞു കൂടുമ്പോ പാവം എന്നെയൊക്കെ പുച്ഛം. ആ, അങ്ങനെ എല്ലാ സുന്ദരിമാർക്കൊന്നും വിഷ്ണുവിനെ കിട്ടില്ലടാ. അയ്യടാ. ആ, വിളി വന്നു. നീ പൊയ്ക്കോ, വൈകിട്ട് കാണാം. എന്താ ഉണ്ണി, നേരം സന്ധ്യ ആകാറായി. ഇനിയും തീർന്നില്ലേ നിന്റെ കുശലം പറച്ചില്? ആ, എത്ര നാളായമേ അവനെ കണ്ടിട്ട്. ആ, പോയി കുളിച്ചു വരിക. എന്നിട്ട് കാവില് തിരി കൊളുത്തുക. എന്നിട്ടൊടുക്ക എന്റെ കുട്ടി നല്ലൊരു മഞ്ഞൾക്കുറി തൊടണം. ആ ബാക്കി നിൽക്കുന്ന സായവിന്റെ മോറങ്ങ് മായട്ടെ. എന്തെന്നെ നീ ഇങ്ങനെ ആ ഉമ്മറത്തിരിക്കുന്ന കാർന്നവരുടെ ഉപദേശം ശിരസാ വെച്ച് നടന്നോ? അമ്മൻകാവിനപ്പുറം ഒരു ഇടവഴിയെങ്കിലും കണ്ടിട്ടുണ്ടോടാ നീ? ആ, ഇനി നീ അവനെ പിണക്കിക്കോ. 2 ദിവസം ദീനം വന്ന് കിടന്നാലേ നോക്കാൻ അവനെ ഉണ്ടാവൂ. ഓ, അപ്പൊ വെറുതെ അല്ല അമ്മ ഇന്നലെ വടക്കയിലെ സൗദാമിനി ഉള്ളത് കൊടുത്ത് പറഞ്ഞയച്ചത്. ശരി ശരി, വേഗം പോയി വരാം. അല്ലെങ്കിൽ അത് മതി അപ്പം തുടങ്ങാൻ. ഓ, അപ്പോ പേടിയുള്ളവരുണ്ട് ഇവിടെ. ശരി, വേഗം വരിക. അലക്കുമുണ്ട് ഞാൻ എടുത്ത് വെക്കണുണ്ട്. ചെല്ല്. അവൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലടാ. ഇന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മാത്രം ദൈർഘ്യമുള്ള കാഴ്ച. പക്ഷേ ദൂരത്തും അവളുടെ സൗന്ദര്യം ഏതൊരാണിനെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. ആരും കൈക്കുള്ളിൽ ഭദ്രമാക്കാൻ കൊതിക്കുന്ന പെണ്ണ്. ആരാണവൾ? അറിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും അവളെ കാണാനൊരു മോഹം. ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ പച്ചക്കൽ കണ്ണുള്ള സുന്ദരി. ആർത്തി കൂടുകയാണ് ഓർക്കുന്തോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്ക് അവളെ, ഇനിയും ഇനിയും. നിന്റെ അപ്പൂപ്പന് വട്ടാടാ പച്ചക്കൽ കണ്ണ്.
എടാ ഇതൊക്കെ എടുത്തു വെച്ചാലേ പിള്ളേര് കൂവി നാറ്റിക്കും. ചീപ്പ് റൊമാൻറ്റിക് ക്ലീഷേസ്. എന്താടാ ഇപ്പോഴും പേടി മാറിയില്ലേ? പേടിയല്ല, ഇറ്റ്സ് ലൈക്ക് എ ബാഡ് ഫീൽ, കൈൻഡ് നെഗറ്റീവ് വൈബ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വൈബ്. അളിയ വിഷു അവന്റെ പാൻറ്റും ചെക്കിയത് വൃത്തിയായിക്കണോ അവൻ? പേടിച്ച് തൂറി. ചിത്തു, ഇതെന്റെ സ്വപ്നമാടാ. വെറൊരു കെട്ടുകഥയല്ലേ ഇത്? യക്ഷി വെറുമൊരു കഥാപാത്രമാ. അക്കാലത്ത് ആണിന്റെ തണലിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ കഥാപാത്രം, അല്ലാതെ മറ്റൊന്നുമില്ല ഇതില്. എനിക്കറിയില്ല അളിയ, നിങ്ങൾ പറയുന്നു, ഞാനെല്ലാം കേൾക്കുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഐ ആം വിത്ത് യു. What? I told him and I'm always with you. I'm always into this stuff. അല്ല എല്ലാവരും അവനെ പോലാണോ? താങ്ക്സ് ഗൈസ്, ദിസ് ഇസ് വൈ ഐ ലവ് യു ഓൾ. അപ്പോൾ നാളെ നമ്മൾ യാത്ര തിരിക്കുന്നു അമ്മൻ കാവിലേക്ക്. സർപ്പക്കാവിൻ്റെ, പച്ചപ്പിൻ്റെ, വെള്ളച്ചാട്ടത്തിൻ്റെ, യക്ഷിയുടെ നാട്ടിലേക്ക്. ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ പച്ചക്കൽ കണ്ണുകളുള്ള സുന്ദരി ആർത്തി കൂടുകയാണ്. ഓർക്കും തോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്കവളെ, ഇനിയും ഇനിയും. വിഷ്ണു ഭട്ടതിരി, ഞാൻ നിന്റെ മുന്നിലുണ്ട് ഇവിടെ ഇപ്പൊ. നീ ആഗ്രഹിച്ചതുപോലെ നിനക്കായി മാത്രം.
നീ ഏതാ പെണ്ണേ? ഈ നാട്ടിൽ പുതിയതാ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. എന്നെ തമ്പ്രാൻകുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? പിന്നെന്താ? തമ്പ്രാൻകുട്ടി, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എൻ്റെ കൺവട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായൊരു പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അത്ര എളുപ്പമല്ല എന്നെ കാണാനെന്ന് കൂട്ടിക്കോ. എന്നെ കണ്ടവരാരും പിന്നെ അതിന് സാക്ഷ്യം പറയാനുണ്ടായിട്ടുമില്ല. അതെന്താ, നീ വല്ല ലക്ഷ്യമാണോ? അതെ, അത് ഞാൻ തന്നെയാ. ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞില്ലേ ഞാൻ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ ഈ നാഗയക്ഷിക്ക് പ്രിയനാണ്. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. ഒരാണിനോടും ഇന്നേ വരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നീ കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. എനിക്ക് വേണം നിന്നെ. ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ എനിക്ക് വേണം നിന്നെ. വാക്ക് തരുന്നു, എന്റെ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇനി ഒരു നാളും ഞാനൊരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണം എനിക്ക് വാക്ക്. എന്റെ തമ്പുരാൻ കുഞ്ഞിനും ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. ഇനിയുള്ള ഓരോ രാത്രിയും നീ മരിച്ച് എന്നിൽ ലയിക്കുന്ന ദിവസം വരെയും നമുക്ക് മധുവിധുവാണ്. ലോകത്ത് മറ്റൊരു ദമ്പതിമാരും കൊണ്ടാടാത്ത മധുവിധു.